ഹരി ഓം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ അയ്യപ്പ ഗായത്രി മന്ത്രമാണ്. ഈ മന്ത്രം പല പാഠങ്ങളിലായിട്ടാണ് ഇന്ന് ലഭിക്കുന്നത്. അവയെല്ലാം ഒന്ന് പരിശോധിച്ച് അവയിൽ നിന്നും അത്യാവശ്യം നല്ലതെന്ന് തോന്നിയ ഒരു പാഠമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ മന്ത്രം ഒന്ന് ശ്രവിക്കാം. ഓം ഭൂതനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. എല്ലാ മന്ത്രങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തിൻ്റെ ഉച്ചാരണത്തോടെയാണ്. ഇത് ഭാരതത്തിൻ്റെ ഒരു രീതിയാണ്. എന്തെന്നാൽ ഓംകാരം സർവവേദസാരമാണ്. ഏതൊരു പരിപൂർണ വസ്തുവിനെ വേദം പ്രതിപാദിക്കുന്നുവോ അതിനെ വ്യക്തമാക്കുന്ന മന്ത്രമാണ് ഓം. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രങ്ങളും പൂർണ്ണമാകണമെങ്കിൽ ആദ്യം ഓംകാരം ഉച്ചരിക്കണം. ഓം എന്ന ശബ്ദത്തെ നമ്മൾ പിരിച്ചു നോക്കിയാൽ അതിന് 4 തലങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആ, ഉ, മ എന്ന 3 അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഓം എന്ന ശബ്ദവും ആ ശബ്ദം ചെന്ന് ലയിക്കുന്ന അനിർവചനീയമായ നിശബ്ദതയും, ഇങ്ങനെ 4 തലങ്ങൾ അതിനുണ്ട്. ഈ 4 തലങ്ങൾ മനുഷ്യന്റെ അനുഭവത്തിന്റെ 4 തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലം, അതാണ് ജാഗ്രത്. അതിനെ അകാരം സൂചിപ്പിക്കുന്നു. ആ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം അടങ്ങി ഇന്ദ്രിയങ്ങൾ ഉൾവലിയുമ്പോൾ മനസ്സ് തൻ്റെതായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അത് അനുഭവിക്കുന്നു. അതാണ് സ്വപ്നം. അതിനെ ഉകാരം സൂചിപ്പിക്കുന്നു. ആ സ്വപ്നവും അടങ്ങിയാൽ ഒരു വിഷയവും ഇല്ല എന്ന ബോധമുണ്ടാകുന്നു. ഇതാണ് 3ാമത്തെ അവസ്ഥയായ സുഷുപ്തി. സുഷുപ്തിയിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അവിടെയും അറിവുണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന അറിവാണ് അവിടെയുള്ളത്. ഈ 3ാമത്തെ അവസ്ഥയെ മകാരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ആ, ഉ, മ എന്നത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 തലങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ 3 തലങ്ങളും നിലച്ചാൽ ഇതിനതീതമായി നിൽക്കുന്ന, അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ 4ാമത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലുള്ള ആ പരിപൂർണ ബോധത്തിന്റെ അവസ്ഥയാണ് നിശബ്ദത കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ 4ാമത്തേത് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് 4ാമത്തെ അവസ്ഥയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവസ്ഥകൾ 3 ഉള്ളൂ. 4ാമത്തേത് ഈ 3 അവസ്ഥകൾക്കും നിധാനമാണ്, ശാശ്വതമായ സത്യമാണ്. അതിനൊരു പരിണാമവും സംഭവിക്കുന്നില്ല. 3 അവസ്ഥകളും ഇതിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 തലം. ഈ 4 തലങ്ങളെയും ഈ ഓം എന്ന മന്ത്രത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓംകാരം ജപിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് ഒരു യാത്ര നടത്തുകയാണ്. ഇത് മനസ്സിലാക്കി വേണം ഓംകാരം ജപിക്കാൻ. ഏത് മന്ത്രത്തിന്റെ ഒപ്പം ഓംകാരം ജപിക്കുമ്പോഴും ഈ ബോധം ഉണ്ടായിരിക്കണം. അകാരം, ഉകാരം, മകാരം എന്ന 3 തലങ്ങളെ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്ന ബോധത്തോടു കൂടി വേണം ഓംകാരം ജപിക്കാൻ. അങ്ങനെ ഓംകാരം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മന്ത്രത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നമുക്ക് അവയുടെ അർത്ഥമൊന്ന് നോക്കാം. ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നു ഭൂതനാഥായ വിദ്മഹേ. വിദ്മഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നു. ബഹുവചനമാണ്. ആരാണ് ഞങ്ങൾ? വിദ്യാർത്ഥികൾ, ശിഷ്യന്മാർ. ഞങ്ങൾ ശിഷ്യന്മാർ അറിയുന്നു. എന്താണ് ഞങ്ങൾ അറിയുന്നത്? ശാസ്ത്രത്തെയാണ് ഞങ്ങൾ അറിയുന്നത്. ആരിൽ നിന്നാണ് ഞങ്ങൾ ഇത് അറിയുന്നത്? ഗുരുനാഥനിൽ നിന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു ഞങ്ങൾ അറിയുന്നു. ശിഷ്യന്മാർ ഗുരുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഗുരുവിൽ നിന്നും ശാസ്ത്രത്തെ അഭ്യസിക്കുകയാണ്. ദിവസവും അഭ്യസിക്കുകയാണ്. ചിട്ടയോടുകൂടി അഭ്യസിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ പറയുന്നു ഭൂതനാഥായ. ഭൂതനാഥന് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം അറിയുന്നത്. ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഭൂതനാഥനാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എന്നർത്ഥമെടുക്കാം. അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 തത്വങ്ങൾ, ഈ 5 ഭൂതങ്ങൾക്കും നാഥനായിരിക്കുന്നവൻ ഭൂതനാഥൻ. ഈ പഞ്ചമഹാഭൂതങ്ങളും ആരിൽ നിന്ന് ഉദ്ഭവിച്ചുവോ, ആരിൽ നിലനിൽക്കുന്നുവോ, ക്രമേണ ആരിൽ ലയിക്കുമോ അവൻ ഭൂതനാഥൻ. ഭൂതശബ്ദത്തിന്
പ്രാണി എന്നർത്ഥമുണ്ട്, ജീവജാലങ്ങൾ എന്നർത്ഥമുണ്ട്. അപ്പൊ സകല ജീവജാലങ്ങൾക്കും നാഥനായിരിക്കുന്നവൻ ഭൂതനാഥൻ, ആ പരബ്രഹ്മത്തെയാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതാണ് ഇവിടെ വിദ്യാർത്ഥികൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ശാസ്ത്രം ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങയുടെ ലബ്ധിക്ക് വേണ്ടിയാണ്. അല്ലയോ ഭൂതനാഥ, അങ്ങയെ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗുരുവിൽ നിന്നും ഈ വിദ്യ സമ്പാദിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു, മഹാദേവായ ധീമഹി, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു. ഗുരുവിൽ നിന്നും ശാസ്ത്രത്തെ ശ്രവിച്ച് ഞങ്ങൾ ആദ്യം അറിയുന്നു, അറിഞ്ഞതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. നിരന്തരമായ സാധനയാണിത്. അറിയുക, ധ്യാനിക്കുക, അറിയുക, ധ്യാനിക്കുക, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? മഹാദേവ, അങ്ങയ്ക്കു വേണ്ടിയാണ്. ദേവശബ്ദത്തിന് പ്രകാശിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ മഹാദേവൻ എന്ന് പറഞ്ഞാൽ മഹത്തായി പ്രകാശിക്കുന്നവൻ, അഥവാ എല്ലാ പ്രകാശങ്ങൾക്കും ഉറവിടമായി നിൽക്കുന്നവൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമ്മുടെ കണ്ണിനൊരു പ്രകാശമുള്ളത് കൊണ്ടാണ്. എന്നാൽ കണ്ണടച്ചു കഴിഞ്ഞാലും നമ്മൾ കാണുന്നു, അകത്ത് പലതും കാണുന്നു. ആ കാഴ്ച മനസ്സിന്റെ പ്രകാശം കൊണ്ടാണ്. എന്നാൽ മനസ്സിന് ആ പ്രകാശം ലഭിക്കുന്നത് ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധിക്ക് ആ പ്രകാശം ആരിൽ നിന്ന് ലഭിക്കുന്നുവോ അവൻ മഹാദേവൻ. എല്ലാ പ്രകാശങ്ങളുടെയും ഉറവിടം അവനാണ്. ദേവശബ്ദത്തിന് കളിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ മഹാദേവൻ എന്ന് പറയുമ്പോൾ മഹാനായ കളിക്കാരൻ. ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ മഹാദേവൻ. പ്രകൃതി പ്രതിഭാസം എന്ന അർത്ഥത്തിൽ ദേവശബ്ദത്തെ എടുക്കാം. അതായത് പ്രകൃതിയിൽ സൂക്ഷ്മ ശക്തികളുണ്ട്, അവയെല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നു. അങ്ങനെയുള്ള ദേവതകൾക്ക് മുഴുവൻ നാഥനായിരിക്കുന്നവൻ മഹാദേവൻ. ആ മഹാദേവനെ ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പഠിക്കുന്നതും ധ്യാനിക്കുന്നതും. അതുകൊണ്ട് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നു, തന്നഃ ശാസ്താ പ്രചോദയാത്. തത് ശാസ്ത, ആ ശാസ്താവ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ, ഗുരുനാഥൻ. ജഗദ്ഗുരുവാണ് ഭഗവാൻ. ശരിയും തെറ്റും നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഉപദേശിച്ചു നൽകുന്നത് ആ ഭഗവാനാണ്. ശരി ചെയ്യുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ആ ശക്തി, ആ മഹാശാസ്താവിനെ ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് പ്രചോദനം നൽകിയാലും ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും. എന്തെന്നാൽ അങ്ങയെ ലഭിക്കണമെങ്കിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ഞങ്ങൾ നിരന്തരം ചെയ്യണം, ഏറെ കാലം ചെയ്യണം. വളരെ വലിയ തപസ്സാണ് ഈശ്വരാരാധന. ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ വളരെ ദീർഘകാലത്തെ തപസ്സിന് തയ്യാറായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ആ തപസ് പൂർത്തീകരിക്കാനുള്ള ഉത്സാഹം അങ്ങയിൽ നിന്നും ദിവസവും കുറേശ്ശെ ലഭിക്കണം. അതിനായുള്ള പ്രചോദനം അങ്ങ് തന്നെ ഞങ്ങൾക്ക് നൽകണം. കാരണം അങ്ങിൽ നിന്നാണ് എല്ലാ ഉത്സാഹവും ഉദ്ഭവിക്കുന്നത്. അതുകൊണ്ടല്ലയോ ശാസ്താവേ, ദിവസവും ഞങ്ങൾക്കുള്ള പ്രചോദനത്തെ നൽകിയാലും, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും, മനസ്സിനെ പ്രചോദിപ്പിച്ചാലും, ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിച്ചാലും, അവയെല്ലാം അങ്ങയെ അറിയാനുള്ള ഈ സാധനയിൽ പരിപൂർണമായി മുഴുകട്ടെ. അതിനുള്ള ആരോഗ്യം അവയ്ക്കുണ്ടാകട്ടെ. നല്ല ആരോഗ്യമുണ്ടെങ്കിലും നല്ല ഉത്സാഹമുണ്ടെങ്കിലുമേ സാധന പരിപൂർണമായി നടക്കൂ. അപ്പൊ അതിനുള്ള അവസരം അങ്ങ് തന്നെ ഒരുക്കി തരണം എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിലൂടെ ക്രമേണ ഞങ്ങൾ അങ്ങയെ നേടട്ടെ. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മന്ത്രത്തെ ദിവസവും ജപിക്കണം. അങ്ങനെ ഈ മന്ത്രം ജപിക്കുകയും ദിവസവും സാധന അനുഷ്ഠിക്കുകയും ചെയ്താൽ സാധന കൂടുതൽ മെച്ചപ്പെടുകയും ഈശ്വരാരാധന ദൃഢപ്പെടുകയും ഈശ്വരലബ്ധി സുനിശ്ചിതമാവുകയും ചെയ്യും. അതുകൊണ്ട് ആ ഈശ്വരനെ ലഭിക്കണം എന്ന ദൃഢവിശ്വാസമുള്ള ഓരോരുത്തരും സാധന അനുഷ്ഠിക്കുകയും ഒപ്പം തന്നെ ഈ ദിവ്യമായ ഗായത്രി മന്ത്രം ജപിക്കുകയും വേണം. ഓം ഭൂതനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി
തന്നഃ ശാസ്താ പ്രചോദയാത്. ഹരി ഓം.